ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ പൂരത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ നടുവിലാലിൻ്റെ അവിടേക്കുള്ള നടത്താണ് കോട്ടയം ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ നേരം വൈകിട്ടൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇതിൽ കയറിയിട്ട് ചായയും ഉള്ളിവടയും കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നേരെ നടന്ന് നമ്മുടെ അവിടേക്ക് നടുവിലാലിൻ്റെ അവിടേക്ക് എത്തി. അതിൻ്റെ ഇടയിൽ ഭയങ്കര തലവേദന, 2-3 ദിവസമായിട്ട് ഉറക്കത്തിൻ്റെ പ്രശ്നവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലും എല്ലാം കാരണമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇത്തവണയും നേരത്തെയൊന്നും വന്നിട്ടില്ല കേട്ടോ. അത് ഉച്ചയ്ക്കാണ് വരവ്, 11 മണിക്ക് ആയിട്ടാണ് എത്തിയത്. ഒന്നും പോയില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അറിയാം തിക്കിലും തിരക്കിലും പെട്ട് അങ്ങോട്ട് മാറുക ആ പ്രശ്നമൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്രാവശ്യം പൊതുവേ എല്ലാവരും എല്ലാ തിരക്കുകളിൽ നിന്ന് മാറി നിന്നതായിട്ടാണ് നമുക്കും തോന്നിയേക്കണേ. നമ്മൾ മാത്രമല്ല, പിന്നെയുള്ള ആൾക്കാരും ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ രാമൻ ഓടിപ്പോയ വഴിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളി ആണെന്ന് വരണ്ട ഓടിയായിരുന്നു, പുലർച്ചയ്ക്ക് ഓടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ അവിടെയൊക്കെ വെറുതെ കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ CMSലേക്ക് പോയി. CMSൽ മീനുട്ടി പച്ചക്കറി വിറ്റ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാനായിട്ട് അങ്ങോട്ട് കയറി. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ടാ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ തിരുവമ്പാടിയുടെ ആനകളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 4 ആനയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആരെന്താണെന്നൊന്നും നമ്മൾ നോക്കിയില്ല. അപ്പോൾ അവിടെ കയറി കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് പാറേമക്കാവിൻ്റെ അവിടെ വന്നു. അവിടെ വന്നിട്ട് കുറേ നേരം നിന്നു. അവിടെ ആരൊക്കെയുള്ള കുഞ്ഞനുണ്ടായിരുന്നു, ബ്രഹ്മനുണ്ടായിരുന്നു, ദേവസ്വം ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, മൗട്ടത്താനി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേര്. മൗട്ടത്താനി ഇപ്പോൾ 8 വർഷമായിട്ട് തൃശ്ശൂരത്തിന് പങ്കെടുക്കുന്നുണ്ട്. ഗജസാമ്രാട്ടാണ് കേട്ടോ ചക്കൻ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തുമ്പം നമ്മുടെ എന്താ പറയുക, പൂരം കഴിഞ്ഞിട്ട് എല്ലാവരും വരിയായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൽ നമ്മുടെ ചെക്കനുണ്ടോ? ഇതിൽ നമ്മുടെ ചെക്കനില്ല. ചെക്കൻ അവിടെ നിൽക്കുകയാണ്. ചെക്കന് പുലർച്ചെ പൂരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ വരുന്നത് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു വീഡിയോ, ഇവരുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. ഇവർ ഏതൊരു പാപ്പാനെ തല്ലുന്നതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പം അത് ഇതിലുള്ള ആൾക്കാരാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ 3 ആന വരുന്നു, ഒരു എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ വണ്ടി വരുന്നു, 3 ആന വരുന്നു, വണ്ടി വരുന്നു, അങ്ങനെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഇതായി അവിടെ നിന്ന് കുറേ നേരം കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. അവിടെ കുറച്ച് ആരോട് വർത്താനം പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇവരെ കുളിപ്പിക്കുന്നതൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം കഞ്ഞി കുടിക്കാനുള്ള വരി നല്ല നീണ്ട വരിയാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും പോവാറൊന്നുമില്ലല്ലോ, കഞ്ഞി കുടിക്കണം പരിപാടിയില്ല. അങ്ങനെ താല്പര്യമില്ലാത്ത പരിപാടിയാണ് കേട്ടോ അത്, വരി നിന്നിട്ട് പ്രസാദം ഇട്ട് കഴിക്കുക എന്നുള്ളത്. മിക്കതും കഴിക്കുന്നതുകൊണ്ടാണ്. കഴിക്കാൻ മീൻസ് നമ്മൾക്ക് വീട്ടിൽ തന്നെ എത്തും. നമുക്ക് പ്രസാദൂട്ടിൻ്റെയൊക്കെ എപ്പോഴും പള്ളിയിലായാലും അമ്പലങ്ങളിലായാലും ഒക്കെ ഊട്ടിൻ്റെ ചോറും അതൊക്കെ നമുക്ക് പകർച്ച വീട്ടിലേക്ക് കിട്ടാറുള്ളത് കൊണ്ടായിരിക്കാം നമുക്കതിനൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്തത്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി എല്ലാവരും കുളിക്കുന്നത് ഇങ്ങനെ നോക്കി നിന്നു. നല്ല ചൂടാണ് കേട്ടോ, നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം ഇവരുടെ കാര്യം പറയണ്ടല്ലോ, മുഴുവൻ കറുപ്പിട്ടിട്ട് ഇവർ വന്നിക്കുമ്പോൾ ഇവർ കറുപ്പിട്ടിട്ട് വന്നിക്കുമ്പോൾ ഇവർക്ക് ചൂടായിരിക്കുമല്ലോ. എന്താ പോക്ക്, എന്താ ചന്ത. വെള്ളം നിറച്ചിട്ട് ഒരു പോക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അവരെ കാണാനൊക്കെ കേട്ടോ. അങ്ങനെ ഓരോ ആനകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു. വെയിൽ കൊണ്ട് നിൽക്കാനുള്ള പ്രധാന കാരണം എന്താ, ഞങ്ങളുടെ ചെക്കൻ ദാസൻ അവിടെ ഉണ്ടായിരുന്നു. ചെക്കൻ ദാസനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നില്ലേ. വെയിലല്ല മഴയല്ല എന്തായിക്കോട്ടെ, നമ്മുടെ ചെക്കൻ ദാസൻ ഒരു ലെവലാണ് ചെക്കൻ കേട്ടോ.
ഇതാ ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. ആനാണെങ്കിൽ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് ഞാനൊരു പ്രശ്നക്കാരനല്ല, എന്നെ പോലെ വേറൊരു ഒറ്റ ആനയില്ല എന്നുള്ളതിലാണ് അവനൊരു മരത്തിൻ്റെ തണലിൽ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ചെക്കൻ. ഇത്രയും നല്ല കുട്ടിയായിട്ട് ഞങ്ങളുടെ ചെക്കനെ കാണുന്നത് ആദ്യം. അധികം വികൃതികളെ കാണിക്കണില്ല ചെക്കൻ, ഒതുങ്ങി നിൽക്കണു. അവൻ തുമ്പി കൊണ്ട് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്, കരയ കെട്ടുന്നുണ്ട്, ഇതാ നിൽക്കണു കേട്ടാ ചെക്കൻ, കൊമ്പുമ്മ കെട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കണ്ടേ. അപ്പം അങ്ങനെ ഓരോ ഇതൊക്കെ കാണിച്ച് അവനെ അവിടെ നിന്നു. ഞങ്ങളും അവിടെ നിന്നു. ബ്രഹ്മനാന്ന് തോന്നുന്നുണ്ട്, ബ്രഹ്മൻ തന്നെയാണ്. ഇപ്പോൾ ബ്രഹ്മൻ അവിടെ കുറേ നേരം നിന്ന് എല്ലാവരും ഒഴിഞ്ഞപ്പോൾ ബ്രഹ്മനും വന്ന് ഒരു നീരാട്ടമൊക്കെ നടത്തി. അങ്ങനെ ഓരോ ആനകളുടെയും ചന്ത ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് ആനകൾ. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞു. ഗജകേസരിയുടെ കൊമ്പ് പിടിച്ച് ഫോട്ടോ എടുത്തു. അതന്നെ, ഗജകേസരി ഗണേശൻ്റെ കൊമ്പ് പിടിച്ച് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞതേ ഞങ്ങളുടെ ചെക്കൻ വന്ന് ഒന്നൊന്നര കുളിയാണ് ഞങ്ങളുടെ ചെക്കൻ്റെ. തോട്ടി വീഴാണ്ട് എൻ്റെ ചെക്കൻ എന്തോരം ബുദ്ധിമുട്ടണോന്നറിയോ? തോട്ടി വീഴാൻ പാടില്ലല്ലോ. അപ്പൊ തോട്ടി വീഴാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ചെക്കൻ്റെ ആ കുളി സൂപ്പറാണ് കേട്ടോ. ഇവൻ മാത്രം തോട്ടിയൊക്കെ വെച്ചിട്ട് കുളിച്ചിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ ആരും തോട്ടി വെച്ചൊന്നും ഞങ്ങൾ കുളിക്കണ കണ്ടില്ല. ഇവൻ മാത്രമാണ് തോട്ടി വെച്ച് കുളിക്കണ കണ്ടത്. പക്ഷെ ചെക്കൻ കുളി കഴിയോളം തോട്ടി താഴെ ഇട്ടില്ല. അതാണ് ഞങ്ങളുടെ ചെക്കൻ്റെ പവർ. അപ്പോൾ നമുക്ക് വേണ്ട റീൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്തായിരുന്നു കേട്ടോ. റീൽസൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. കുഞ്ഞിൻ്റെ നല്ല ഫോട്ടോസ് 2 എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് ഈ കുളിയുടെ ഇടയിൽ. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞനെ അവിടെ പോയി നിന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. തിരികെ ഇങ്ങനെ നടന്ന് ശക്തനിലേക്ക് പോകാൻ വേണ്ടിയിട്ടിട്ട്. അപ്പം എല്ലാവരും വെടിക്കെട്ടിനായിട്ട് നിൽക്കണം. പക്ഷേ ഈ വെടിക്കെട്ടിന് ഇവിടെയൊക്കെ ഞങ്ങളുടെ മുന്നത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാം, തിക്കും തിരക്കും, ഒരു ഇഞ്ച് സ്ഥലം എടുക്കാനില്ല. ഇതിലെ കടന്ന് പോകാനേ പറ്റില്ല. അങ്ങനെ കൊടുങ്ങല്ലൂരിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തോരം ആൾക്കാർ വന്ന് ഈ നട്ടപ്പാറ വെയിലത്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിമിഷമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. പിന്നെ നമ്മൾ ബസ്സിൽ കയറി വീട്ടിൽ പോന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.